അമേരിക്കൻ ടെക് ഭീമന്മാരെ ഞെട്ടിച്ചുകൊണ്ട് ചൈനയുടെ ഡീപ് സീക്ക് AI രംഗത്ത് വന്നിരിക്കുകയാണ്. ചൈനയും ഇന്ത്യയും അടക്കമുള്ള ഏഷ്യ വൻകരയിൽ നിന്ന് അമേരിക്കയ്ക്ക് കടുത്ത തിരിച്ചടി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മലയാളവും തമിഴും ഹിന്ദിയും അറബിയും കന്നഡയും ബംഗാളിയും ഉറുദുവും ഉൾപ്പെടെ ലോകത്തെ 50ലധികം ഭാഷകളിൽ കാര്യക്ഷമതയോടെ സംവദിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വന്തം ചാറ്റ് സൂത്ര അവതരിക്കപ്പെട്ടിരിക്കുന്നു. ചാറ്റ് GPT ഉൾപ്പെടെ ഭൂരിഭാഗം AI മോഡലുകളും ഇംഗ്ലീഷിന് പ്രാധാന്യം നൽകുമ്പോൾ ലോകത്തെ ഇംഗ്ലീഷ് ഇതര ഭാഷകൾ സംസാരിക്കുന്ന 80% വരുന്ന ശതകോടി ജനവിഭാഗത്തോട് കൃത്യമായി സംവദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചാറ്റ് സൂത്ര അവതരിപ്പിച്ചിരിക്കുന്നത്. സാംസങ്ങിന്റെ ഗവേഷണ വിഭാഗം ഡയറക്ടറായിരുന്ന പ്രണവ് മിസ്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ ഇന്ത്യൻ കമ്പനിയായ 2AI ആണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ. 2AIയുടെ നൂതനമായ ഡ്യുവൽ ട്രാൻസ്ഫോർമർ ആർക്കിടെക്ചർ ബഹുഭാഷ പ്രവചന മാതൃകകൾ ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുന്നു. സ്വന്തമായി പുതിയ ഭാഷകൾ പഠിക്കുന്ന നൂതനമായ LLM ആർക്കിടെക്ചർ ഉപയോഗിച്ച് പരിശീലിപ്പിച്ച മോഡലുകളാണ് ചാറ്റ് സൂത്രയുടെ ശക്തി. സൂത്ര V1, സൂത്ര RO തുടങ്ങിയ വ്യത്യസ്തമായ മോഡലുകളാണ് 2AI അവതരിപ്പിച്ചിരിക്കുന്നത്. സംഭാഷണം, നിർദ്ദേശം, തിരയൽ തുടങ്ങിയ ബഹുഭാഷാ ആപ്ലിക്കേഷനുകളാണ് സൂത്ര VI രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വിവിധ ഭാഷകൾ, ഡൊമൈനുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയിലുടനീളം ഉയർന്ന പ്രകടനം ഉറപ്പാക്കിക്കൊണ്ട് ഘട്ടം ഘട്ടമായി ചിന്തിക്കാനും വിശകലനം ചെയ്യാനും മികച്ച പ്രതികരണം നൽകാനും കഴിവുള്ള 2AIയുടെ ഒന്നാം തലമുറ മാതൃകയാണ് സൂത്ര RO. അത്യധികം വേഗതയേറിയതും ചെലവ് കുറഞ്ഞതും എല്ലാവർക്കും ഏറെ വഴങ്ങുന്നതുമാണ് എന്നതാണ് സൂത്ര മോഡലുകളുടെ പ്രത്യേകത. നിരവധി ബഹുഭാഷാ മാനദണ്ഡങ്ങളിൽ അത്യാധുനിക പ്രകടനം കൈവരിക്കാൻ സൂത്രക്ക് കഴിയുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. 2AI അതിൻ്റെ AI ആപ്പായ ചാറ്റ് സൂത്ര വഴി 2.chat.ai-ൽ മാസങ്ങൾ നീണ്ട പരിശോധനകൾക്കും മെച്ചപ്പെടുത്തലുകൾക്കും ശേഷമാണ് പൊതുജനങ്ങൾക്കായി അവതരിപ്പിച്ചത്. ചാറ്റ് സൂത്ര വെബിലും മൊബൈലിലും iOS-ലും ആൻഡ്രോയിഡിലും ലഭ്യമാണ്. ചാറ്റ് സൂത്രയുടെ അടിസ്ഥാന ശക്തി എന്ന് പറയുന്നത് ചാറ്റ് GPT ഉൾപ്പെടെയുള്ളവയേക്കാൾ മികവുറ്റ രീതിയിലുള്ള അതിൻ്റെ ബഹുഭാഷാ പൊരുത്തപ്പെടലുകളാണെന്നതാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. AI ഭാഷാ മോഡലുകളുടെ ഭാഷാ വിടവ് പരിഹരിക്കുക എന്നതാണ് തങ്ങളുടെ ദൗത്യമെന്നും അവർ പറയുന്നു. നിലവിലെ AI മോഡലുകൾ പ്രധാനമായും ഇംഗ്ലീഷിലാണ് പരിശീലിപ്പിക്കുകയും സ്കെയിൽ ചെയ്യുകയും ചെയ്യുന്നത്. ഇത് ഇംഗ്ലീഷ് ഇതര ഭാഷ സംസാരിക്കുന്നവർക്ക് ഉയർന്ന നിലവാരമുള്ള LLMകളിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുന്നുണ്ട്. ചാറ്റ് GPT, ക്ലൗഡ് AI, ജെമിനി എന്നിവയിൽ ബഹുഭാഷ ലഭ്യമാണെങ്കിലും ഉദാഹരണത്തിന് മലയാളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയാളം താരതമ്യേന മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ബഹുഭാഷ സങ്കലനം നടത്തിക്കൊണ്ട് നൽകുന്നത് ക്ലൗഡ് AIയിലാണ് എന്ന് പറയാം. പ്രത്യേകിച്ച് കൂടുതൽ ആളുകൾ ഉപയോഗിക്കാത്ത ചാറ്റ് GPT, ക്ലൗഡ് AI, ജെമിനി എന്നിവയിലൊക്കെ ബഹുഭാഷാ സംവിധാനം ഉണ്ടെങ്കിലും പലപ്പോഴും ഇന്ത്യൻ ഭാഷകൾക്ക് കാര്യമാത്ര പ്രസക്തമായ സംഭാവനകൾ നൽകുന്നതിൽ പരാജയമാണ് എന്ന് കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന് മലയാളം എടുക്കുകയാണെങ്കിൽ ക്ലൗഡ് AI ആണ് ജെമിനിയേക്കാളും ചാറ്റ് GPTയേക്കാളും മെച്ചമുള്ളത് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. എന്നാൽ സൂത്ര ഈ പ്രശ്നം പരിഹരിക്കുന്നുവെന്നാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം. സൂത്രയെ വേറിട്ട് നിർത്തുന്നത് അതിൻ്റെ ബഹുഭാഷാ പ്രാവീണ്യം മാത്രമല്ല, അതിൻ്റെ കാര്യക്ഷമതയും കൂടിയാണ്. പ്രത്യേകിച്ച് ലാറ്റിൻ ഇതര സ്ക്രിപ്റ്റുകളിൽ അതിൻ്റെ മികച്ച പ്രകടനം. ഭാഷാ തടസ്സങ്ങളോ സാംസ്കാരിക പ്രശ്നങ്ങളോ അനുഭവിക്കാതെ 50ലധികം ഭാഷകളിൽ AIയുമായി പര്യവേക്ഷണം നടത്താനും സംവദിക്കാനും ചാറ്റ് സൂത്ര ഉപയോക്താക്കളെ പ്രാപ്തരാക്കുന്നു. ഗുജറാത്തി, മറാത്തി, കൊറിയൻ, ജപ്പാനീസ്, ഗ്രീക്ക് തുടങ്ങിയ ഭാഷകളും ചാറ്റ് സൂത്രക്ക് വഴങ്ങും. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് അറിവ് നേടുന്നതിനും പ്രശ്നപരിഹാരത്തിനും നിരവധി സംസ്കാരങ്ങളുടെയും സമൂഹങ്ങളുടെയും വ്യതിരിക്തമായ ഗുണങ്ങൾ കണ്ടെത്തുന്നതിനും മറ്റ് ചാറ്റ് ബോട്ടുകളെക്കാൾ ഉപകാരപ്രദമാണ് ചാറ്റ് സൂത്രയെന്നും 2AI വെളിപ്പെടുത്തുന്നു. വിപുലമായ വിവർത്തനം, ടെക്സ്റ്റ് സംഗ്രഹം, ക്രിയാത്മകവും സഹകരണപരവുമായ എഴുത്ത്, വിദഗ്ധ തൊഴിലാളികളുടെ സഹായമില്ലാതെ തൊഴിലുകൾ, വീടിനെയും പരിസരങ്ങളെയും മനോഹരമാക്കൽ, വിനോദങ്ങൾ തുടങ്ങിയവ ചെയ്യാൻ സ്വയം പഠിക്കുകയും മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന DIY, വിദേശ ഭക്ഷണ പാചകക്കുറിപ്പുകൾ തുടങ്ങി വിവിധ ചോദ്യങ്ങൾക്ക് ചാറ്റ് സൂത്ര ഉപയോക്താക്കൾക്ക് വേഗമേറിയതും സമഗ്രവുമായ പ്രതികരണങ്ങൾ നൽകുന്നുണ്ട്. ചാറ്റ് സൂത്രയുടെ ലേഔട്ട് ലളിതവും ഉപയോഗിക്കാൻ എളുപ്പവുമാണ്. ഉപയോക്താക്കളെ അവർ ലോഗിൻ ചെയ്യുന്നിടത്തെല്ലാം ആക്സസ് ചെയ്യാൻ അനുവദിക്കുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ലോകമെമ്പാടും ലഭ്യമായ ബഹുഭാഷാ AI സഹായത്തിൽ ഏറ്റവും മികച്ചത് ചാറ്റ് സൂത്ര പ്രതിനിധീകരിക്കുന്നുണ്ട്. AI ഭാഷാ മോഡലുകളുടെ ഭാഷാ വിടവ് പരിഹരിക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം. ഇംഗ്ലീഷിനപ്പുറം മറ്റു ഭാഷകളുടെ സൂക്ഷ്മ വശങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന AI ആണ് സൂത്ര, പ്രണവ് മിസ്ത്രി പറയുന്നു. ഇംഗ്ലീഷ് ഇതര വിപണികൾക്കായുള്ള AI സൊല്യൂഷനുകളിൽ നേതൃത്വം നൽകാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന ആമുഖത്തോടെയാണ് 2AI ഇത് അവതരിപ്പിച്ചത് തന്നെ. ബാങ്കിംഗ്, ആരോഗ്യ സംരക്ഷണം, ഉപഭോക്തൃ സേവനം എന്നിവയുൾപ്പെടെ വിവിധ വ്യവസായങ്ങളിൽ പുതിയ ആപ്ലിക്കേഷൻ അവസരങ്ങൾ തുറക്കുന്നതിലൂടെ ഇത് AIയെ കൂടുതൽ കാര്യക്ഷമമാക്കുകയും വ്യാപക ഉപയോഗത്തിന് പര്യാപ്തമാക്കുകയും ചെയ്യും.
അർത്ഥവത്തായ സംഭാഷണങ്ങൾ നടത്താനും ഭാഷകൾ തമ്മിലുള്ള സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും കൃത്യമായ സന്ദർഭോചിതമായ ഉത്തരങ്ങൾ നൽകാനും കഴിയുന്ന ഒരു AI വികസിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും 2AI വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ലക്ഷ്യങ്ങളെല്ലാം അർത്ഥവത്തായി പൂർത്തീകരിച്ച് തന്നെയാണ് സൂത്ര ജനമനസ്സുകളിലേക്ക് ഇറങ്ങിയത്. 2022 ഫെബ്രുവരിയിൽ ജിയോ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ദക്ഷിണ കൊറിയൻ ഇന്റർനെറ്റ് കമ്പനിയായ നേവറിൽ നിന്നും ഉൾപ്പെടെ 20 മില്യൺ ഇന്ത്യൻ രൂപ സീഡ് ഫണ്ടിംഗ് സമാഹരിച്ചാണ് തുടക്കം. ജിയോ വളരെ കാലമായി ഞങ്ങളുടെ പ്രധാന പങ്കാളികളിൽ ഒരാളാണ്. തുടക്കം മുതൽ ഞങ്ങളിൽ നിക്ഷേപം നടത്തിയിട്ടുമുണ്ട്, പ്രണവ് മിസ്ത്രി പറഞ്ഞു. ചാറ്റ് സൂത്ര ഉൾപ്പെടെ ഇന്ത്യയിലെ പുതിയ AI വിപ്ലവത്തിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. ഇന്ത്യൻ ടെക് കമ്പനികളുടെ AI മേഖലകളിലെ പ്രകടനത്തെ ചോദ്യം ചെയ്ത ChatGPTയുടെ മാതൃകമ്പനിയായ ഓപ്പൺ AI സ്ഥാപകൻ സാം ഓൾട്ട്മാനുള്ള മനോഹരമായ മറുപടിയുടെ കഥ കൂടിയാണിത്. ഇപ്പോഴത്തെ നിലയിൽ നിർമ്മിത ബുദ്ധിയിൽ ഓപ്പൺ AIയുടെ അടിസ്ഥാന മോഡലിനെ പരിശീലിപ്പിക്കാനോ കമ്പനിയുമായി മത്സരിക്കാനോ ഇന്ത്യൻ കമ്പനികൾക്ക് ശേഷിയില്ലെന്നായിരുന്നു 2023 സാം ഓൾട്ട്മാൻ നടത്തിയ അഭിപ്രായ പ്രകടനം. ഇതിന് അന്ന് തന്നെ വാക്കാൽ മറുപടി നൽകിയ ഇന്ത്യൻ കമ്പനികൾ അതിന് പുതിയ AI അവതരണത്തിലൂടെ ശക്തമായ താക്കീത് നൽകാൻ അന്നു മുതൽ തന്നെ ചിട്ടയായതും കാര്യക്ഷമവുമായ പ്രയത്നത്തിലായിരുന്നു. ഇതിൻ്റെ പൂർണ്ണത കൂടിയാണ് ചാറ്റ് സൂത്ര എന്ന് പറയാനാവും. വളരെ ചെറിയ മുതൽ മുടക്കുമായി നിർമ്മിത ബുദ്ധിയുടെ രംഗത്തേക്ക് വരുന്ന കമ്പനികൾക്ക് നിലനിൽപ്പില്ലെന്നും അദ്ദേഹം ഇന്ത്യയിൽ ടൈംസ് നെറ്റ്വർക്കിന്റെ സംവാദത്തിനിടെ ഉയർന്ന ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരുന്നു. ഇതിനു കൂടിയുള്ള മറുപടിയാണ് ചാറ്റ് സൂത്ര നൽകിയിരിക്കുന്നത്. അമേരിക്കൻ AI വ്യവസായത്തെ വെല്ലുവിളിച്ച് ചൈനീസ് കമ്പനിയായ ഡീപ്സീക്ക് കത്തിക്കയറിക്കൊണ്ടിരിക്കുമ്പോൾ സാം ആൾട്ട്മാന്റെ അഭിപ്രായം മാത്രമല്ല, AI മേഖലയിലെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വലിയ സാമ്പത്തിക നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയും ആവശ്യമാണെന്ന പൊതുധാരണ കൂടി തിരുത്തപ്പെടുകയാണ്. ചാറ്റ് സൂത്രയായാലും ഡീപ്സീക്ക് ആയാലും അമേരിക്കൻ ധാരണകൾക്കും ശാസ്ത്ര നേട്ട ധാർഷ്ട്യങ്ങൾക്കും ഏഷ്യ വൻകരയിൽ നിന്ന് വലിയ മറുപടിയും ശക്തമായ താക്കീതും തന്നെയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. Waytonikah.com, the exclusive Muslim matrimonial site.